Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ലിമിറ്റിന്റെ ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മൾ ലോവർ ലിമിറ്റ് 1 ഉം അപ്പർ ലിമിറ്റ് 100 ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 നും 100 നും ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ 1 നും 100 നും മാത്രമല്ല, നമ്മൾ ഏത് ലിമിറ്റ് കൊടുത്താലും അതിനനുസരിച്ചുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, പുതിയ ഈവൻ നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് 1 തൊട്ട് 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഇപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ അപ്പർ ലിമിറ്റ് എത്രയാണെന്ന് ഞാൻ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന 1 നിന്ന് 1 തൊട്ട് എവിടെ വരെയാണെന്നുള്ളത് ഞാൻ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എൻ്റെ ലിമിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് വാങ്ങാൻ എന്താണ്, സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലിമിറ്റ് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇൻറ്റ് ലിമിറ്റ് ഈക്വൽ ടു സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 100 ആണ് നമ്മൾ ലിമിറ്റ് കൊടുത്തെങ്കിൽ 100 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ലിമിറ്റിനകത്തുണ്ട് അല്ലേ. ഇനി എന്താ ചെയ്യുക, 1 തൊട്ട് ആ നമ്പർ വരെ നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ഏതൊക്കെ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ ആ നമ്പറിനെ മാത്രം നമ്മൾ എടുത്താൽ മതി. ശരിയല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കണം ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0 കൊടുക്കണ്ടല്ലോ, 1 തൊട്ട് ഉള്ളത് പോരെ. I ഈക്വൽ ടു 1, I ലെസ് ദാൻ എവിടം വരെ ഉള്ളതാണ്, ഏതാണ് എൻ്റെ റേഞ്ച്, അത് ലിമിറ്റിനകത്തുണ്ട്. ശരിയല്ലേ. I ലെസ് ദാൻ ലിമിറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾക്ക് 1 തൊട്ട് 100 വരെയുള്ള നമ്പറാണ് വേണ്ടതെങ്കിൽ 100 വരെ ഉള്ളത് മതിയെങ്കിൽ ലെസ് ദാൻ കൊടുക്കുക. 100 കൂടി വേണം, മനസ്സിലായോ, അതുകൂടി ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ I പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ കണ്ടീഷൻ, അപ്പൊ ആദ്യം എത്രയാണ്, ഐയുടെ വാല്യൂ 1 വരും അല്ലെ. അപ്പോൾ 1 ലെസ് ദാൻ, ഇപ്പൊ ഞാൻ ലിമിറ്റ് കൊടുത്ത് 100 ആണെന്ന് വിചാരിക്കുക, 1 ലെസ് ദാൻ 100 അല്ലേ, അതെ. അപ്പൊ ഇതിനകത്ത് കയറും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇഫ് നമ്മുടെ ഐക്കകത്തൊരു വാല്യൂ ഉണ്ടല്ലോ, അത് മോഡ് 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഈവൻ നമ്പർ, അത് മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ. എന്നിട്ട് അതിനെ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അപ്പൊ സിസ് ഔട്ട് I എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. അപ്പൊ എന്താണ്, ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, 1 ലെസ് ദാൻ ലിമിറ്റ് ആണ്. അപ്പൊ എന്താണ്, 1 മോഡ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ഇതിനകത്തോട്ട് കയറും, അല്ലെങ്കിൽ ലൂപ്പിന് വെളിയിൽ വരും. എന്നിട്ട് I ഇൻക്രിമെന്റ് ആയി 2 ആവും. ഓക്കെ, എന്നിട്ട് 2 മോഡ് 2 ഈക്വൽ ടു 0 ആണല്ലോ, അതെ. അപ്പൊ അത് പ്രിന്റ് ആവും. പിന്നെ അടുത്ത I ഇൻക്രിമെന്റ് ആവുമ്പോൾ 3 വരും. 3 മോഡ് 2 ഈക്വൽ ടു 0 ആണോ, അല്ല. അപ്പൊ 3 പ്രിന്റ് ആവില്ല. പിന്നെ 4 ആവും. അങ്ങനെ 100 വരെയുള്ള എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ, എൻ്റർ ലിമിറ്റ്. ഇപ്പോൾ 50 കൊടുക്കുകയാണ് ഞാൻ. 50 കൊടുക്കുമ്പോൾ ഞാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തത് കൊണ്ട് 50 പ്രിന്റ് ആയി. ഞാൻ ലെസ് ദാൻ കൊടുക്കുകയായിരുന്നെങ്കിൽ 50 വരത്തില്ലായിരുന്നു. ഓക്കെ, അതാ 2 4 6 8 തൊട്ട് 50 വരെ വന്നിട്ടുണ്ട്. പിടികിട്ടിയല്ലോ. ഇനിയിപ്പോൾ നിങ്ങളോട് പറയാണ്, ഇപ്പോൾ 1 തൊട്ട് 100 വരെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ. ഇപ്പം നിങ്ങളോട് പറയാണ് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള എലമെന്റ്സ്, അതായത് ഇപ്പം നിങ്ങളോട് പറയുന്നത് ഒരു 20നും 200നും ഇടയ്ക്കുള്ള നമ്പർ എടുക്കാനെന്നായിരിക്കും, അത് യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ. അപ്പം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട, ഈ 2 ലിമിറ്റും യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ എൻ്റർ ലോവർ ലിമിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ. എന്നിട്ട് നമ്മുടെ ഇത് കളഞ്ഞിട്ട് നമുക്ക് 2 വേരിയബിൾ കൊടുക്കാം. ഇൻറ്റു ലോവർ ലിമിറ്റ് വാങ്ങിക്കാം. ഓക്കെ, എന്നിട്ട് അപ്പർ ലിമിറ്റ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അപ്പൊ ഇവിടെ ഒന്നുകൂടി ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പർന്ന് കൊടുക്കുക. പിടികിട്ടിയല്ലോ. അപ്പൊ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇൻറ്റ് അപ്പർ 2 ലിമിറ്റും വേണമല്ലോ, SE ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. അപ്പം നമ്മുടെ 2 ലിമിറ്റും യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ I ഈക്വൽ ടു 1 എന്നല്ല, I എവിടം തൊട്ടാണ് തുടങ്ങേണ്ടത്, നമ്മുടെ ലോവർ ലിമിറ്റ് തൊട്ട്. അതായത് 20 എന്നാണ് കൊടുത്തെങ്കിൽ ആദ്യത്തെ ലിമിറ്റ് 20 തൊട്ട് 200 വരെയുള്ള നമ്പർ ചിലപ്പോൾ പ്രിന്റ് ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1 തൊട്ട് ചെയ്യണ്ടല്ലോ, 20 എന്നുള്ള വാല്യൂ ലോവറിലുണ്ട്. അപ്പൊ ലോവർ തൊട്ട് തുടങ്ങണം. എന്നിട്ട് എത്രയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് മാറ്റിയിട്ട് നമ്മുടെ അപ്പറിനകത്തല്ലേ വാല്യൂ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ റൺ ആവുന്നു നോക്കാം. അപ്പൊ ഇത് വീണ്ടും റൺ ചെയ്യാം. എൻ്റർ ലോവർ ലിമിറ്റ്, ഇപ്പൊ ഞാൻ 20 കൊടുക്കുകയാണ്. എൻ്റർ അപ്പർ ലിമിറ്റ് 200 കൊടുക്കുകയാണ്. അപ്പൊ 20നും 200നും ഇടയ്ക്കുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതായത് ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ മേപ്പോട്ട് കാണാം. കണ്ടോ, 20നും 200നും. ഇങ്ങനെയാണ്
രണ്ട് ലിമിറ്റ് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതിന്റെ ഇടയ്ക്കുള്ള എലമെന്റ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ലിമിറ്റ് നിങ്ങൾ വാങ്ങിയിട്ട് അത് അവിടെ തൊട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടെയാണോ അവിടെ വരെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിടികിട്ടിയല്ലോ. എന്നിട്ട് അത് ഈക്വൽ ടു മോഡ് ചെയ്യുമ്പോൾ 0 വരുന്ന വാല്യൂസ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.